കർത്താവിന്റെ ദാസൻ ഫാസ്റ്റർ വിളിയായിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ, സഭയുടെ സെക്രട്ടറി സമുച്ചയങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. ഈ മനോഹരമായ സന്ധ്യയിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പാകായിരിക്കാൻ കർത്താവിന്റെ ജീവിതത്തിൽ ഇടയാക്കിയ നല്ല സാഹചര്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. സന്ധ്യയിൽ എല്ലാ മഹത്വവും മാനം പുകഴ്ചയും കർത്താവിന് അർപ്പിക്കുന്നു. നിങ്ങളുടെ ഉപവാസ പ്രാർത്ഥന ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ ധാരാളമായ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ നാമം നമ്മുടെ ജീവിതത്തിലൂടെ എല്ലാ വിധത്തിലും മഹത്വപ്പെടുത്താനിടയാകട്ടെ. നമ്മുടെ ചെറിയ സാധ്യതകളുടെ നടുവിലും നമ്മുടെ വേദനകളുടെ നടുവിലും ഒക്കെ നമ്മളെ സഹായിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന, ബലപ്പെടുത്തുന്ന തന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളും വെളിപ്പെടുത്താൻ വിശ്വസ്തനായ നല്ല കർത്താവിന്റെ സാന്നിധ്യത്താൽ ദൈവം നിറയ്ക്കട്ടെ. ദാസൻ പ്രാർത്ഥന ഓർമ്മിച്ചതുപോലെ സഭയ്ക്കൊരു വിശാലത ദൈവം തരുവാൻ ഇടയാകട്ടെ. അടഞ്ഞ ഇനിയും സുവിശേഷത്തിന് വേണ്ടി തുറന്നിട്ടില്ലാത്ത വാതിലുകളൊക്കെ തുറക്കാൻ കർത്താവ് ഇടയാക്കുമാറാകട്ടെ. ഞാൻ ചിന്തിക്കുന്നു, ഇവിടെ വന്നപ്പോൾ നേരിട്ട് സുവിശേഷം പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു രാജ്യത്താണ് നാം ജീവിക്കുന്നത്. എങ്കിലും ഇന്റർനെറ്റിലൂടെയും മറ്റ് ഇതര ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയൊക്കെ സുവിശേഷം അവരുടെ ഭാഷയിൽ പ്രസംഗിക്കപ്പെടുന്നുണ്ട്. നാം പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദൈവം ചില ജീവിതങ്ങളെ സ്പർശിക്കാതിരിക്കത്തില്ല. ഒരുപക്ഷെ അവർക്ക് വെളിപ്പെട്ട് പൂർണ്ണമായിട്ട് മുന്നോട്ട് വരാൻ കഴിഞ്ഞില്ലെങ്കിലും കർത്താവിനെ അറിയുവാനും കർത്താവിന്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാനും ഒക്കെ ഇടയാകട്ടെ. ഈ ഇന്ത്യക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ആ വലിയ മിഷൻ പ്രവർത്തനങ്ങളെയും പ്രാർത്ഥനകളെയൊക്കെ വളരെ അപ്രീഷിയേറ്റപ്പെടുന്നതാണ്. ദൈവം അങ്ങനെയുള്ള ധാരാളമായ വലിയ നിയോഗങ്ങൾ, ആത്മഭാരം നിങ്ങളുടെ ഹൃദയത്തിൽ തന്ന ദോഹായ് ചർച്ച ഞാൻ ഉപയോഗിക്കുന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ശ്രദ്ധയിൽ എന്റെ മനസ്സിൽ പ്രകാശിപ്പിച്ചതായ ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 21-22 വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദം നൽകി വായിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് വചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വചനമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. രാത്രി ഞങ്ങൾക്ക് വേണ്ടി ഭജിക്കണമേ. നിന്റെ നാമം ഇന്ന് രാത്രി മഹത്വപ്പെടുവാനിടയാകണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. പൗലോസിന്റെ വളരെ മനോഹരമായ ലേഖനങ്ങളിൽ ഒന്നാണ് എഫേസ്യ ലേഖനം. ഇത് റോമയിലുള്ള കാരാഗൃഹത്തിൽ നിന്നും പൗലോസ് എഴുതിയത് വിശ്വസിക്കപ്പെടുന്നു, കരുതപ്പെടുന്നു. ദൈവസഭയെ കുറിച്ചുള്ള മനോഹരമായ ഒരു ചിത്രം ലഭിക്കുന്ന ലേഖനമാണ്. അനേക വർഷങ്ങൾ, 40-50 വർഷങ്ങളൊക്കെ ഈ ഒരു ലേഖനത്തെ മാത്രം ഫോക്കസ് ചെയ്ത് പഠിപ്പിച്ച ആളുകളുണ്ട്. അവരും ഇതിന്റെ ഒരു ഡെപ്ത് പൂർണ്ണമായി മനസ്സിലാക്കി എന്ന് പറയാൻ പറ്റില്ല എന്ന് അവർ പറയുമ്പോൾ നമ്മുടെ അറിവ് എത്ര പരിമിതമാണെന്ന് സന്ധ്യയിൽ നാം ചിന്തിക്കണം. ഈ ലേഖനം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അതിന്റെ 1-3 വാക്യങ്ങൾ ഇങ്ങനെ വരുന്നു: സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടു. പൗലോസിന് ദൈവത്തെ സ്തുതിക്കാനുള്ള ഒരു കാരണം പൗലോസ് പറയാണ്, ആത്മീയമായ അനുഗ്രഹം കൊണ്ട് തന്റെ ജനത്തെ ദൈവം നിറച്ചിരിക്കുന്നു. അനുഗ്രഹം എന്ന വാക്ക് കേൾക്കുമ്പോഴേ സ്വാഭാവികമായി എന്റെയും നിങ്ങളുടെയും നമ്മൾ സാധാരണ പെന്തക്കോസ്തുകാരുടെ ഒക്കെ മനസ്സിലേക്ക് ഓടി എത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ അതിനെ കുറിച്ചല്ല പൗലോസ്. അതുകൊണ്ട് പൗലോസ് ഇവിടെ ആ അനുഗ്രഹങ്ങൾക്ക് മുമ്പ് ഒരു ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ആത്മീയ അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് എഫേസ്യ ലേഖനം വായിച്ചു തുടങ്ങുന്ന ആർക്കും യാതൊരു മിസ്റ്റേക്കും ഇല്ലാതെ മനസ്സിലാക്കാൻ പറ്റും. കർത്തൃദാസൻ തടവറയ്ക്കകത്തൊന്നും എഴുതുന്ന അനുഗ്രഹം ആത്മാവിലുള്ള അനുഗ്രഹം. ബാക്കിയുള്ള അനുഗ്രഹങ്ങളൊന്നും അനുഗ്രഹങ്ങളല്ലേ. നല്ല വീട് തന്നതും കുഞ്ഞുങ്ങളെ തന്നതും ഇത്ര സൗകര്യത്തിൽ ഇരുന്ന് കർത്താവിനെ ആരാധിക്കാൻ ഇടയാക്കിയതും മക്കൾക്ക് നല്ല സർട്ടിഫിക്കറ്റ്, നല്ല യൂണിവേഴ്സിറ്റിയുടെ UGC സർട്ടിഫിക്കറ്റ് ലഭിച്ചതും കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വഴി തുറന്ന് ഈ ദേശത്ത് കൊണ്ടുപോകുന്ന അനുഗ്രഹമല്ലേ. അതൊക്കെ അനുഗ്രഹങ്ങളാണ്. എന്നാൽ അതൊക്കെ കല്ലറ വരെയുള്ള അനുഗ്രഹമാണ്. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്ന അനുഗ്രഹം കല്ലറയ്ക്ക് അപ്പുറത്തേക്ക് എന്നെ കൊണ്ടുപോകുന്ന അനുഗ്രഹം. ബാക്കിയുള്ളതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോകാനുള്ളതാ. ഇത് അക്കരെ ചെല്ലുവാൻ തന്നെ ഇടയാക്കിയ അനുഗ്രഹം. ഇങ്ങനെ കാരാഗ്രഹത്തിനകത്തൊക്കെ വേദനിച്ച് കിടക്കുമ്പോ സാധാരണഗതിയിൽ ചിന്തിക്കേണ്ട കാര്യം, ദൈവമേ, ഏതെങ്കിലും ഒരു അധികാരിയുടെ മനസ്സിൽ തോന്നിച്ച് ഒരു കൽപ്പന പുറപ്പെടുവിച്ച് ഈ കാരാഗ്രഹത്തിനകത്തു നിന്നും എന്നെ ഒന്ന് വെളിയിൽ കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മനസ്സിലാക്കാൻ തക്കോണം കഴിയും. എന്നാൽ കാരാഗ്രഹത്തിന്റെ ഇരുണ്ട ആ നാടികൾക്കകത്ത് കിടന്നുകൊണ്ട് കർത്തൃദാസൻ കണ്ണുയർത്തി കാണുമ്പോൾ ആകാശത്തിനപ്പുറത്ത് തേജസ്സിന്റെ ഒരു നഗരമുണ്ടെന്നും വാക്ക് പറഞ്ഞിട്ട് പോയവൻ താമസമിന വരുമെന്നും തന്റെ
അവയെ ചേർക്കുമെന്നും കണ്ണുനീര് തുടയ്ക്കുമെന്നൊക്കെയുള്ള അകത്തു വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപയുടെ നിറവിൽ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ തൂലിക ചലിച്ചപ്പോൾ അടർന്നു വീണത് ഭൗതിക അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ദർശനമായിരുന്നില്ല, സ്വർഗീയ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ദർശനമാണ്. ഇന്ന് രാത്രിയിൽ അകത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയാൽ കാലങ്ങളിൽ സുവിശേഷം മനസ്സിലാക്കി ഇന്ന് രാത്രി അകത്ത് കൊണ്ടുവന്നത് ദൈവത്തിന്റെ കൃപയാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ കരങ്ങളെ ഉയർത്തി എന്നോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ഓരോ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. കാരണം ഇതിനകത്ത് പലതും നാം തിരിച്ചറിയുന്നില്ലെന്നുള്ള രക്ഷയുടെ മഹത്വം ഇന്ന് രാത്രി ഈ കൊച്ചു ഹോളിനകത്തിരുന്ന് എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും. എത്ര പ്രസംഗിച്ചാൽ ഇനി ഒരു 100 പ്രസംഗം കൂടെ കേട്ടാലും അവിടെ ചെല്ലുന്നിടം വരെ അതിന്റെ പൂർണ്ണ മഹത്വത്തോടെ നാം തിരിച്ചറിയപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് അവരോട് ചേർന്ന് പാടിയ പാട്ട് കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. ഇവിടെ പാടിയില്ലേലും അവിടെ പാടും. ഇവിടെ അത്ര ആത്മാർത്ഥമായി അകത്തുനിന്ന് പാട്ട് വന്നില്ലേലും അവിടെ ചെല്ലും പാടും. അതിന്റെ കാരണം എന്നാണെന്നറിയാമോ? അഗ്നിജ്വാലയ്ക്കകത്തു നിന്നും നിന്നെ പേർ ചൊല്ലി വിളിച്ച് വിടുവിച്ച് തന്റെ പുത്രന്റെ ചോരയാൽ കഴുകി വെടിപ്പാക്കിയ ദൈവസ്നേഹത്തിന്റെ ആഴം മനസ്സിലാകണമെങ്കിൽ ശിക്ഷ എത്ര വലുതായിരുന്നുള്ളതിനെ കുറിച്ചുള്ള ദർശനം ലഭിക്കും. ശിക്ഷയുടെ ജഡ്ജ്മെന്റിന്റെ വ്യാപ്തി അറിയാതെ എങ്ങനെയാ രക്ഷയുടെ മഹത്വം അറിയാം. സ്തോത്രം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ നോക്കണേ. ഞാൻ ഒരു വേദപുസ്തകത്തിന്റെ ഒരു ഭാഗം നമുക്ക് ദൈവം തരുന്ന മെസ്സേജ് നമ്മൾ ഒരു ചർച്ച മാത്രമല്ല പ്രസംഗിക്കുന്നത്. എന്നാൽ പല ചർച്ചകൾ പ്രസംഗിക്കുമ്പോൾ ആ മെസ്സേജ് പല ആംഗിളിലായി പോകാൻ സാധ്യത, ഒരു ടെക്സ്റ്റിനെ പല ആംഗിളിൽ നിന്ന് കാണും. എന്നാൽ ഇവിടെ നോക്കി 3 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഇതേക്കുറിച്ച് പഠിച്ച ആളുകൾ പറയുന്നത് ഒറ്റ സെന്റൻസ് ആണ്, ഫുൾ സ്റ്റോപ്പ് ഇല്ലെന്ന് അതിന്റെ അർത്ഥം ഗ്രീക്കിൽ എഴുതിയപ്പോൾ. ഈ ഭാഗത്ത് പൗലോസ് ആവർത്തിച്ച് എഴുതുകയാണ് ക്രിസ്തുവിൽ നമ്മെ എന്ത് ചെയ്തിരിക്കുകയാണ്, അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഈ ഭാഗത്തായിട്ട് നോക്കി അവൻ പ്രിയനായവനിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് അവൻ ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തു. പിന്നെ ദത്തെടുക്കേണ്ടതിന് പ്രിയനായവനിൽ സൗജന്യമായി നൽകിയ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിച്ചു. അവനിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. ഹല്ലേലൂയ. അവനിൽ നാം അവകാശം പ്രാപിച്ചു. പൗലോസേ ഈ ഒരു സെന്റൻസ് ഒക്കെ എഴുതുമ്പോ ക്രിസ്തു എന്നുള്ള പദം ഒരു പ്രാവശ്യം പറഞ്ഞ പോലെ അതിങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളോടും ചേർത്ത് ക്രിസ്തു എന്ന പദം പറയണം. പൗലോസിന് ഒരു തെറ്റായ ചിന്ത മനസ്സിൽ വന്നത് കൊണ്ടോ അവ്യക്തത കൊണ്ടോ ചെയ്തതല്ല, വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാ. ക്രിസ്തുവിനോട് ചേർന്നല്ലാതെ ഈ അനുഗ്രഹങ്ങളൊന്നും നിനക്കില്ല. ഇന്ന് രാത്രി ഈ ഹോളിനകത്ത് പരിശുദ്ധാത്മാവിന്റെ നിറവ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം സുവിശേഷം എന്ന സത്യവചനത്തിൽ വിശ്വസിച്ച് ഹൃദയത്തിനകത്ത് ഏറ്റെടുത്തത് കൊണ്ട് പരിശുദ്ധാത്മാവിനെ നിറവ് പ്രാപിക്കുവാൻ. പ്രാർത്ഥനയ്ക്ക് മറുപടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ മെരിറ്റിനാണ്. ദോഹ IPCക്ക് അകത്തെ ഒരു പാസ്റ്ററുടെ വിശ്വാസിയുടെ മെരിറ്റിലല്ല നാം പ്രാർത്ഥിക്കുന്നത്, IPCയുടെ ബാനറിലല്ല, മറിച്ച് മരണത്തെ ജയിച്ച്, ഹല്ലേലൂയ, മരണത്തിന്റെ ഭാഷകളെ അഴിച്ച് ഉയർത്തെഴുന്നേറ്റ് മഹിമാസനത്തിന്റെ വലത് ഭാഗത്ത് നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവന്റെ മെറിറ്റില ഇന്ന് രാത്രി നാം ആരാധിക്കുന്നത്. വീണ്ടെടുപ്പ് ക്രിസ്തുവിനോട് ചേർന്നതുകൊണ്ട്, അവകാശം പ്രാപിച്ചത് ക്രിസ്തുവിനോട് ചേർന്നതുകൊണ്ട്. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത് എങ്ങനെയാ? അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. നരകത്തിന്റെ മണം മാറി രക്ഷയുടെ സന്തോഷം പ്രാപിച്ചതും യേശു ക്രിസ്തുവിനെ അറിയുവാനിടയായിട്ടുള്ളത് കൊണ്ടാണ്. ദൈവപുത്രന്റെ തേജസ് കൊണ്ട് പുതിയ നിയമം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. ലേഖനത്തിലേക്ക് വന്നാൽ തുടങ്ങുന്ന തന്നെ പണ്ട് ഭാഗമായി പിതാക്കന്മാരോട് സംസാരിച്ച് പൊലുമറോസ് ആൻഡ് പൊലുട്രോപ്പോസ് വിവിധ പീസുകളായിട്ട് പിതാക്കന്മാരോട് സംസാരിച്ചിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം എന്ന മലയാളത്തിൽ, എന്നാൽ ഇംഗ്ലീഷിൽ കറക്റ്റ് ട്രാൻസ്ലേഷൻ പുത്രനിൽ നമ്മോട് സംസാരിച്ചിരിക്കുന്നത്. സീനായി മലയിലേക്ക് ദൈവം ഇറങ്ങി വന്നപ്പോൾ ആ പർവ്വതം മുഴുവൻ തീ പിടിച്ചു. വേലി കെട്ടി തിരിച്ചിട്ട് ഒരു മനുഷ്യനാകട്ടെ മൃഗമാകട്ടെ ആ പർവ്വതം തൊട്ടാൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറയത്തക്ക രീതിയിൽ അടുത്തു വരുന്നുള്ള മെസ്സേജ് അവിടെ നിന്ന് കേട്ടെ. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തം ചൊരിഞ്ഞപ്പോഴൊക്കെ കട്ടൻ വരവന
എന്നാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച കുഞ്ഞാടിന്റെ രക്തം കാൽവറിയുടെ മുകളിൽ ചൊരിഞ്ഞു വീണ ആ സെക്കൻഡിൽ അകത്ത് വെച്ചിരുന്ന കർട്ടൻ രണ്ടായിട്ട് കീറിയിട്ട്, ഓ ഹല്ലേലൂയ, അവന്റെ ദേഹം എന്ന തിരശ്ശീല രണ്ടായി കീറി ചീന്തപ്പെട്ട തുറക്കപ്പെട്ട പുതിയ വഴിയിലൂടെയാ ലോഹയാൽപീസിൽ ഇന്ന് രാത്രി നാം ഈ ഹോളിനകത്തിരിക്കുന്നത്. ഹല്ലേലൂയ, അവനിലൂടെ. അതിനുശേഷം എന്താ പറയാ, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെ ഉളവാക്കി. അവന്റെ തേജസ്സിന്റെ പ്രഭയ, തത്വത്തിന്റെ മുദ്രയ, പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയിട്ട് മഹിമാസനത്തിന്റെ വലതു ഭാഗത്തിരുന്നു. പിന്നെ താഴേക്ക് വായിച്ചു പറഞ്ഞു, അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠ. 3-ാം അധ്യായത്തിൽ മോശയേക്കാൾ ശ്രേഷ്ഠൻ, 4-ാമത് യോശുവയേക്കാൾ ശ്രേഷ്ഠൻ, 5 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ യഹൂദന്റെ സർവ്വ സിസ്റ്റത്തെക്കാൾ ശ്രേഷ്ഠൻ. ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഒരുവനേ ഉള്ളൂ, അത് അവൻ മാത്രമാണ്. ആകാശങ്ങളിൽ കൂടെ കടന്നുപോയ ഒറ്റ മഹാപുരോഹിതനുള്ളൂ, അത് ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ പട്ടിക കൊണ്ടുപോയി ഹാനോക്ക് തുടങ്ങി ഇങ്ങോട്ടുള്ള ആളുകളെ, മോശയെ, അബ്രഹാമിനെ ഒക്കെ, ദാവീദ് മുതലായ അവരെ കുറിച്ച് പറയാൻ സമയം പോലെന്ന് പറഞ്ഞിട്ട് വിശ്വാസ വീരന്മാരുടെ പട്ടികയൊക്കെ നിരത്തിയിട്ട് 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മറന്നു പോകുന്നത് എബ്രാഹിം പറയാ, വിശ്വാസത്തിന്റെ രചയിതാവ്, the author and the finisher of faith. Look to Jesus. Hallelujah. യേശുവിലേക്ക് നോക്കണം. വെളിപാട് പുസ്തകത്തിലേക്ക് ദാവീദിന്റെ പേരും യഹൂദാ ഗോത്രത്തിലെ സിംഹവും. തിരിഞ്ഞു നോക്കിയപ്പോ കണ്ടത് സിംഹത്തെ അല്ല, അറുക്കപ്പെട്ടതുപോലെ ഒരു കുഞ്ഞാട് നിൽക്കുന്ന കാഴ്ച. ദൈവപുത്രന്റെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കുക. ഇന്ന് സന്ധ്യയിൽ ഹോളിനകത്തിരിക്കുമ്പോൾ ലഭിച്ച മെറിറ്റൊന്നും, ലഭിച്ച അനുഗ്രഹങ്ങളൊന്നും സ്വന്തമായിട്ടോ കുടുംബത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടോ വിദഗ്ധനായതുകൊണ്ടോ ബുദ്ധിശക്തി കൂടുതലായതുകൊണ്ടോ ഒന്നും അല്ല. നസ്രയനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ജീവിതത്തെ തൊട്ടത് കൊണ്ട് അവൻ വരുത്തിയ രൂപാന്തരമാ ഇന്ന് രാത്രി നിനക്കുള്ളതെങ്കിൽ ഹൃദയത്തിന്റെ അകത്ത് വിളിച്ചു പറയണ, കർത്താവേ, നീ മാത്രം യോഗ്യൻ, നിന്നെ പോലെ ആരുമില്ല, നീ മാത്രം യോഗ്യൻ, ആരാധനയ്ക്ക് സ്തുതികൾക്കും ഓ എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ, നീ മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നസ്രത്തിൽ നിന്നും വല്ല നന്മയും വരുമെന്നാണ് വിളിച്ചു ചോദിച്ചത്. ലോകത്തിലെ സകല കുടുംബങ്ങളുടെ ഹല്ലേലൂയ പുതിയ വീഞ്ഞിന്റെ മശിഹായുടെ വീഞ്ഞ് നിറയ്ക്കാൻ വേണ്ടി ഇറങ്ങി വന്നത് നസ്രേത്തുകാരനാണ്. ഹല്ലേലൂയ. യേശുവിന്റെ സുവിശേഷം എവിടെയൊക്കെ പ്രസംഗിക്കപ്പെടുന്നത് അവിടെയൊക്കെ രൂപം. ഞാനിന്ന് മഞ്ഞാണ്ടി കേൾക്കണ്ട, ഇവിടെ നിന്ന് പ്രസംഗിക്കും. കേരളത്തിൽ ഇത്രയും അഭിവൃദ്ധിയെ കാരണം മിഷന്മാർ സുവിശേഷം പ്രസംഗിച്ചു അംഗീകരിക്കുന്നു. ഇത്രയും ആരാധനയും കൂടിയവരൊക്കെ ഉള്ള ഈ ദേശത്ത് ഞാൻ കഴിഞ്ഞ സ്ഥലത്ത് ഇവിടെ എല്ലാം ഒരു ഊഷൻ ഭൂമിയായിട്ട് ഒരു ഡെവലപ്മെന്റും ഇല്ല കിടന്നു പോലെ ഇത്രയും സഭയൊക്കെ സ്ഥാപിച്ചപ്പോൾ ഇവിടെ ഇത്രയും തൊടുന്നിടത്ത് നന്നായിട്ട് പ്രസംഗിച്ച പറഞ്ഞു, എവറിത്തിങ് ടേക്സ് എ പോസിറ്റീവ് ഡീവിയേഷൻ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനോട് എല്ലാം ഗുണപരമായ രൂപാന്തരം. കാനാവിൽ ഒരു കൊച്ചു കല്യാണം വീട്ടിൽ വെച്ച് ഒരു പാത്രം വെള്ളം വീഞ്ഞാക്കാൻ വേണ്ടി അല്ല കർത്താവ് ഇങ്ങോട്ട് വന്നത്. ആ വീടിന്റെ വീടിനകത്ത് 2000 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് സുവിശേഷം എന്ന സത്യവചനം അംഗീകരിച്ചപ്പോൾ ഇരുട്ട് മാറി. നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എന്റെ രക്തഴിച്ച് നീ എന്നെ സന്തോഷം ഒളിപ്പിച്ചിരിക്കുക. പ്രശ്നങ്ങൾ ഒരു സൈഡിൽ, ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഒരു സൈഡിലുണ്ട്. എല്ലാ പ്രാർത്ഥനയ്ക്കൊന്നും മറുപടി ലഭിച്ചിട്ടില്ല, എന്നാൽ ചുമക്കാമെന്ന് പറഞ്ഞവൻ, വഴിയിലിട്ടിട്ട് പോകത്തില്ലെന്ന് പറഞ്ഞവൻ, ഞാൻ നിനക്ക് വേണ്ടിയുള്ളത് കരുതിക്കൊള്ളാം, നീ എന്റെ പുറകെ പോരാൻ പറഞ്ഞവൻ, അവൻ വിശ്വസ്തനായതുകൊണ്ട് സകലത്തിന്റെ മേലും അധികാരമുള്ളവനായതുകൊണ്ട് ഇത് പകർന്നാൻ പ്രാപിച്ച സകല അനുഗ്രഹവും നാം ക്രിസ്തുവിനായതുകൊണ്ട്. അതുകൊണ്ടാണ് എനിക്ക് പാട്ടുകാരൻ പറഞ്ഞത്, ഹായെന്തു ഭാഗ്യം യേശുനാഥനോട് ചേർന്ന് ഞാനിതാ, ഇത്ര ശ്രേഷ്ഠനാഥൻ എന്റെ മിത്രമായി ഭവിച്ചു. ഇത്ര നല്ല ഈ സ്വീറ്റ്നെസ് പ്രസംഗിക്കുന്ന എന്റെ ജീവിതത്തിലാണെങ്കിലും പ്രസംഗിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും ഈ യേശുവിനോടുള്ള ഫെലോഷിപ്പിന്റെ സ്വീറ്റ്നെസ് എപ്പോ കുറയുന്നോ അപ്പൊ ക്രിസ്ത്യൻ എല്ലാം കർത്താവിനോട് നിത്യതയിലും വെളിപ്പാട് കാണുന്ന നിത്യതയിലും മോശയുടെ പാട്ട് പാടുന്നവരും കുഞ്ഞാടിന്റെ പാട്ട്. Old Testament saints-നെ New Testament saints-നെ വേർതിരിക്കുക. Just simple. Those who sing the song of Moses, those who sing the song of the Lamb. Okay. അവിടെ നാം ക്രിസ്തുവിനെ അനുഗമിക്കുക. സഭ അവൻ പോകുന്നിടത്തൊക്കെ പോകും. ഹല്ലേലൂയ. എത്ര വലിയ ഫെലോഷിപ്പ് ആയിരിക്കും അറിയാമോ ക്രിസ്തുവിൽ. പൗലോസേ, ഞങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്, കർത്താവിനെ കൂടാതെ ഞങ്ങൾക്ക് ഒരു നന്മയും ഇല്ല. അവൻ സകലത്തിന്റെ ലാഭം കാരണബോധനുമാ, അവന്റെ തേജസ്സോട് നിറഞ്ഞിരിക്കുക. പഴയ നിമിത്തം കാണുന്ന മുഖം വേറെ ആരുടെയൊന്നും അല്ല. ഞങ്ങൾ പറഞ്ഞില്ലേ, ഏലിയാവിനോട് കാക്കകളോട് കൽപ്പിച്ച അതേ ആളാ
കാറ്റിനോട് കടലിനോട് കൽപ്പിക്കുന്നത്. ഞാൻ എന്നോട് ഒത്തിരി പേര് ചോദ്യം ട്രിനിറ്റിയെ പറ്റിയൊക്കെ ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന ആളുകളെ ചോദിക്കും. ഞാൻ പറഞ്ഞു പഴയ ദിനത്തിലൊക്കെ ഒന്നൊരു വാക്കുണ്ട്, ദൈവത്തെ ആരും ആളും പഴയ ദിനത്തിലൊക്കെ നിങ്ങളെ അബ്രഹാമിന്റെ വീട്ടിൽ വന്ന 3 പേരിൽ ഒരാള് ഡിഫറെന്റ്. ഇസ്രായേൽ ജനത്തിന് മുന്നിൽ പോയ ആ തേജസ്സിന്റെ യാത്രയിൽ ദൂതൻ നിലയ്ക്ക് പറയുന്നുണ്ടെങ്കിലും വീട്ടിൽ വായിച്ചു നോക്കൂ. എക്സോഡസ് 14 പറയുന്നത് ഫറവോനും സൈന്യം വന്നപ്പോൾ ദൂതൻ അഗ്നിമേഘ സമുദ്രത്തിൽ നോക്കി നല്ല യഹോവ മോശ പറയുന്നത് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്. ദൂതൻ എനിക്ക് വന്നാൽ അവിടെ വിശുദ്ധ ഭൂമിയൊന്നും ആദ്യം from the beginning to the end. പഴയ നിയമത്തിൽ മലാഖിക്കും മത്തായിക്കും ഇടയില് ശ്രദ്ധിക്കണേ, മലാഖിക്കും മത്തായിക്കും ഇടയില് ഒരു വേലിക്കെട്ടൊന്നുമില്ല. കോട്ടയത്ത് പഴയ നിയമം വേണ്ടെന്ന് പറഞ്ഞ് കീറി കളയുന്ന ആൾക്കാര്. ഞാനോട് ചോദിക്കും പുതിയതും മേടിച്ചാൽ പറ്റുന്നത്, പഴയ നിയമം മേടിക്കേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും വേർതിൽ ഒറ്റ യൂണിറ്റ്. വെള്ളിയാഴ്ച പ്രസംഗം ഞാൻ പറഞ്ഞു, അവരാലയം തിരിച്ചു വന്ന് പണിതു. ദർശനത്തിൽ എസ്കേലിനെ ഉയർപ്പിച്ച് അവരെ തിരിച്ചു കൊണ്ട് ആലയം പണിതു. എന്നോട് ഒരു ശ്രദ്ധിക്കണേ, ആലയം പണിതപ്പോ നിങ്ങൾക്കറിയാമോ സമാഗമന കൂടാരം പ്രതിഷ്ഠിക്കുന്നത് പറഞ്ഞുകൊണ്ടാണ് പുറപ്പാട് ദിവസം അവസാനിക്കുന്നത്. അവിടെ കാബോത്ത് ഇറങ്ങി വന്നു, ദൈവത്തിന്റെ തിക് ക്ലൗഡ് തേജസ് ഇറങ്ങിയ കൂടാരത്തിനകത്തു. പുരോഹിതന്മാർ ശുശ്രൂഷിക്കാൻ പോലും കഴിയാത്തവണ്ണം ദൈവത്തിന്റെ തേജസ് കൂടാരത്തെ നിറച്ചു. ശലോമോൻ ആലയം പ്രതിഷ്ഠിച്ചപ്പോൾ, 1ാമത്തെ ദേവാലയം പ്രതിഷ്ഠിച്ചപ്പോൾ പുരോഹിതന്മാർക്ക് അകത്ത് കയറാൻ മേലാത്തതുപോലെ ദൈവത്തിന്റെ തേജസ് അവിടേക്ക് നിറയുവാൻ. ഞാൻ വിശ്വസിക്കുന്നു ഈ ആലയത്തിനകത്തൊക്കെ നിറയ്ക്കാൻ ദൈവം മതിയായവനാ. നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ വീട്ടിൽ നിന്ന് പോരുമ്പോൾ തന്നെ പ്രാർത്ഥനയുടെ അഗ്നിനാമമായിട്ടാണ് നീ വരുന്നതെങ്കിൽ ഒരുമിച്ച് കൂടി വന്ന് പ്രാർത്ഥിക്കുന്നതിനിടയിൽ ഇറങ്ങി വന്നെ മഹത്വം വെളിപ്പെടുത്താൻ പ്രസംഗിക്കുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകത്തക്ക രീതിയിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നോ. അകത്തെ മനുഷ്യനെ ഫലപ്പെടുത്തി ഒരു മനുഷ്യന്റെ മിടുക്കൊണ്ടൊന്നുമല്ല, 2 or 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരാമെന്ന് പറഞ്ഞവന്റെ വാർഷിക വിശ്വസ്തത നിമിത്തം ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിനകത്തും കൂടെ ഇച്ചിരി തേജസ് നിറച്ച് വീട്ടിലേക്ക് മടക്കി അയക്കുക. ദൈവം അതിയായവനായ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ആ ആലയം പ്രതിഷ്ഠിച്ചപ്പോൾ അകത്ത് കയറാൻ പറ്റിയില്ല. തിരിച്ചു വന്ന് ദേവാലയം പ്രതിഷ്ഠിച്ചപ്പോ ഒരു കൂട്ടർ കരഞ്ഞു, ഒരു കൂട്ടർ സന്തോഷിച്ചു. പഴയ ആലയം കാണാത്തവരൊക്കെ സന്തോഷിച്ചു. കാരണം പഴയത് കണ്ടാലല്ലേ കമ്പയർ ചെയ്യാൻ പറ്റും. പുതിയ കുഞ്ഞുങ്ങൾക്കൊന്നും വിഷയമല്ല, കാരണം അവർക്ക് ഇത് തന്നെ മതിയല്ല, കാരണം അവിടെ ഒന്നുമില്ലാത്തതൊന്നും വന്നല്ലേ. എന്നാൽ ഹഗ്ഗായി എന്ന് പ്രവാചകൻ ദൈവം എഴുന്നേൽപ്പിച്ചു. ആലയം മണി ഇച്ചിരി ഒഴപ്പിയപ്പോൾ, ആലയം മണി ഇച്ചിരി മടുപ്പൊക്കെ വിചാരിച്ച പഴയ പോലുള്ള സന്തോഷമൊന്നും കാണാമെന്നപ്പോ ഹഗ്ഗായി പറഞ്ഞു, പഴയ ആലയത്തെക്കാൾ മഹത്വം, ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പത്തതിനേക്കാൾ വലുതായിരിക്കുന്നു. ഹഗ്ഗായി പ്രവാചകൻ അങ്ങനെ പറഞ്ഞെങ്കിലും ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ എനിക്കറിയാവുന്ന ഓർമ്മയിലാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കണേ, പിന്നെ ഒരു പ്രാവശ്യം ഒരു ആലയത്തിലേക്ക് അതുപോലൊരു ദൈവദേശം ഇറങ്ങി വന്നില്ല. സെക്കൻഡ് ടെമ്പിളിലേക്ക് സെരുബാബേലിന്റെ നേതൃത്വത്തിൽ അതിനുശേഷം പണിത ആ ടെമ്പിളിലേക്ക് ആ പില്ലർ ഓഫ് ക്ലൗഡ്സ്, ദൈവത്തിന്റെ തേജസ്, ആ തീ പോലുള്ള തേജസ്, വലിയ തിളങ്ങുന്ന മേഘങ്ങൾ അതിലേക്ക് ഇറങ്ങി വന്നില്ല. പിന്നെ ഹഗ്ഗായി, നീ എന്താ പ്രസംഗിച്ചേ? നീ ദൂത് വിളിച്ച് പറഞ്ഞില്ലേ പിന്നെ ഇതിലേക്ക് മഹത്വം ഉണ്ടാകുന്ന ആ ദേവാലയം AD 70 ടൈറ്റസ് വന്ന് ഇടിച്ച് കല്ലിന്റെ മേൽ കല്ലില്ലാതെ നശിപ്പിച്ചു കളഞ്ഞു. പിന്നെ അതിനു മുമ്പ് പ്രവചനം നിവൃത്തിയാകാതെ പോയോ? ഇല്ല. അവിടേക്ക് ഇറങ്ങി വന്നത് പില്ലർ ഓഫ് ക്ലൗഡ്സിലല്ല, വചനം ജഡമായി തീർന്നു. കൃപയും സത്യവും നിറഞ്ഞവനായി അതിന്റെ കോർണക്സിലൂടെ നടന്നുകൊണ്ട് അവൻ ക്ലാസ് എടുത്തു. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നെന്ന് ആ ദേവാലയത്തിനകത്തു നിന്നോട് പറഞ്ഞു. യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിങ്കൽ നിന്നും ഏകജാതനായവന്റെ തേജസ്സായി കണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ബലഹീനനായ ഞാൻ ഈ സഭാഹോളിനകത്ത് ഈ പുസ്തകം പ്രസംഗിക്കുമ്പോൾ മാറത്തും തങ്കച്ച കെട്ടിയവനായി വെള്ളോടിന് സദൃശമായ കാര്യങ്ങളുള്ളവനായി നിലവിളക്കുകളുടെ നടുവിൽ സഭയുടെ നടുവിൽ ഉലാവുന്ന ഒരുവനുണ്ട്. നീ അകത്തേക്ക് കയറി വന്നപ്പോൾ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ചിന്തകൾ അറിയാവുന്നവൻ, അഗ്നിജ്വാലകത്തെ കണ്ണുള്ളവൻ, ഇന്ന് രാത്രി നിരാശയോടെ വന്നിരിക്കുന്ന നിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിലെ ഭാരത്തെ മാറ്റിയിട്ട് പരിശുദ്ധാത്മാവിന്റെ പുതിയ ബലം നിന്റെ അകത്ത് പകർന്നു. നിന്റെ സാധ്യതകൾ അസ്തമിച്ചെടുത്ത് ഇന്ന് രാത്രി പുതിയ വഴിവെട്ടി തോന്നുന്നു. നിന്നെ നടത്തുവാൻ മതിയായവനായവരുടെ സാന്നിധ്യം ഇവിടെ ഇന്ന് രാത്രി ഉണ്ടെന്ന് വിശ്വസിച്ച് വിശ്വാസത്താൽ ഒരു ബലമകത്ത് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ.
പാസ്റ്റർക്ക് സഭയെ പറ്റി ഉത്തരവാദിത്തമാണ്. എന്നാൽ അൾട്ടിമേറ്റ്ലി റെസ്പോൺസിബിലിറ്റി നിലവിളക്കളുടെ നടുവിൽ ഉല്ലാവുന്ന ഒരുത്തനുണ്ട്. പരമാർത്ഥതയോടെയാണ് നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നെങ്കിൽ, വിശ്വസ്തയോടെയാണ് ദൈവത്തെ പിൻപറ്റുന്നെങ്കിൽ, നമ്മുടെ സകല മനസ്സോടും സകല ശക്തിയോടുമാണെങ്കിൽ നിനക്ക് വേണ്ടി കരുതുവാൻ, നിന്റെ കൂടാരത്തിൽ നിറയ്ക്കുവാൻ, കരയണ്ടായി നിന്നോട് പറയുവാൻ അവൻ മതിയായവനായ കർത്താവ്. കരങ്ങൾ ഉയർത്തിയോട് ചേർന്ന് വിപ്ലവത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. സകല അനുഗ്രഹങ്ങൾ ക്രിസ്തു. ഒന്ന് പൗലോസ് പറയുന്നു, ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ ക്രിസ്തുവിൽ എന്ത് ചെയ്തു? വാക്യം വായിച്ചു. വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടത്. പഴയ നിമിതി യാഗം കൊണ്ടുവന്ന ഭാഷ ഊനമില്ലാത്തവരാകേണ്ടത്, വിശുദ്ധരാകേണ്ടതിന് ലോകത്തിന്റെ സ്ഥാപനത്തിന് മുമ്പ് നമ്മെ എന്ത് ചെയ്തു? അവനിൽ തിരഞ്ഞെടുക്കും. നോക്കണേ, ആത്മീയ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമുക്കല്ല ഇത് വീട്ടിൽ പോയി വായിക്കണേ. ഞാനിവിടെ എത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പ്രസംഗിച്ചാലും ഇതിന്റെ ആ പ്രസിംഗ് പിന്നെ ഇത് മെഡിറ്റേറ്റ് ചെയ്യുന്നതിനാണ്. ഇവിടെ പ്രസംഗിക്കുമ്പോൾ എത്ര സമർത്ഥനായ ആ ദൈവം ഉപയോഗിക്കുന്ന ആളാണെങ്കിലും അത് മുഴുവനൊന്നും പറയാൻ പറ്റുന്നതല്ല. എന്നാൽ ഇത് വായിക്കുമ്പോൾ ഇതിനകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി. കാരാഗ്രഹത്തിനകത്ത് പൗലോസ് എഴുതിയപ്പോൾ തന്റെ കരങ്ങളെ ചലിപ്പിച്ച ദൈവാത്മാവിന്റെ ശക്തി ഇത് വിഭജിക്കപ്പെടുമ്പോൾ നിന്റെ അകത്ത് വ്യാപരിക്കാതിരിക്കുന്നില്ല. ഈ മരുഭൂമി യാത്രയിൽ ആവശ്യമായ ഊർജം നിന്റെ അകത്ത് തരുവാൻ അത് മതിയായ വീട്ടിൽ പോയി ധ്യാനിക്കണേ. ഇവിടെ പറയാ, ലോകസ്ഥാപനത്തിന് മുമ്പ് അവനിൽ എന്ത് തെരഞ്ഞെടുത്തു. ദൈവത്തിന്റെ വലിയ അനുഗ്രഹത്തിന്റെ പട്ടികയിൽ ഒന്ന് കൊണ്ടുവച്ചിരിക്കുന്ന എലക്ഷൻ. പറയാ, ലോകസ്ഥാപനത്തിന് മുമ്പ് തെരഞ്ഞെടുത്തു. പാട്ടിൽ ഇങ്ങനെ പാട്ടുകാരൻ പറയും, നിരത്തി വെച്ചു അവൻ താരകങ്ങൾ ഗഗനെ, ആകാശത്തെ നക്ഷത്രങ്ങൾ പെറുക്കി വെച്ചു, ഒരുക്കി അവൻ നമുക്ക് രക്ഷാമാർഗം അതിനു മുന്നേ. ഇങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കാൻ നിങ്ങൾ എപ്പോഴെങ്കിലും വായിക്കും ചിന്തിച്ചിട്ടുണ്ടോ? ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ദൈവസഭയെ പറ്റി ഉണ്ടായെന്നും ആ സഭയ്ക്കകത്ത് ഒരു കല്ലാകാൻ എന്നെ കൂടെ നിയോഗിക്കപ്പെട്ടെന്നും ലോകത്തിന്റെ സ്ഥാപനത്തിന് മുമ്പുള്ള ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് കൊണ്ട് ഇന്ന് സന്ധ്യയിൽ ഈ ഹോളിനകത്ത് ഞാൻ ഇരിക്കുന്നതെന്നൊക്കെ ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കിയ വീട് ദൈവത്തെ നമസ്കരിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാനല്ലാതെ ഇന്ന് രാത്രി നമ്മുടെ അഹങ്കാരത്തിന് എന്താ പ്രസക്തി? ഞാനെന്നുള്ള ഭാവമൊക്കെ ഇച്ചിരൊന്ന് ഓടണമെങ്കിൽ ഇങ്ങനത്തെ രണ്ട് വാക്യമൊക്കെ വേണം. അകത്തു വന്നത് മെറിറ്റ് കൊണ്ടല്ലെന്ന ഈ വാക്യത്തിന്റെ അർത്ഥം. കുടുംബത്തിന്റെ ബാനർ കൊണ്ടല്ല. ഇന്ത്യ ഉണ്ടാകുന്നതിന് മുമ്പ്, സെന്റ് തോമസ് കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ്, ഭൂമിയുടെ മണ്ണെടുത്ത് കുഴച്ച് പൊടിയാക്കുന്നതിന് മുമ്പ്, ആകാശത്ത് വിരിക്കുന്നതിന് മുമ്പ്, ഭൂമിയിൽ മനുഷ്യനെ നിർമ്മിക്കുന്നതിന് മുമ്പ് രക്ഷയ്ക്കുള്ള പാത വെട്ടി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ തിരുഹിതം, അനാദി നിർണയം എന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ മാത്രമേ ഞങ്ങൾ വരുന്നത്. ഞങ്ങളുടെ ഈ 1.5 കിലോ ഭാരമുള്ള തലച്ചോറ് കൊണ്ട് ഇത് മനസ്സിലാകുന്നില്ല. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കൊച്ചു ഉദാഹരണം നമുക്കൊന്ന് വായിക്കാം. അതിന്റെ റോമർ 9:11 വാക്യം വായിച്ചു. ഇതേത് കേസാണ്? പഴയ നിയമത്തിന്റെ ഒരു കേസ്. താൻ വാദിക്കാൻ പോകുന്ന കാര്യം സ്ഥാപിക്കാൻ വേണ്ടി അപ്പോസ്തലനായ പൗലോസ് പഴയ നിയമത്തിന്റെ ഒരു കേസ്, പഴയ ഒരു കേസ് കൊണ്ടു സ്ഥാപിക്കുക. കുട്ടികൾ ജനിക്കുക, ഗുണമാകട്ടെ ദോഷമാകട്ടെ, ചെയ്യുകയോ ചെയ്യുന്നതിന് മുമ്പ്. ഏശാവിന്റെ യാക്കോബിന്റെ സ്റ്റോറി. ശ്രദ്ധിക്കണേ, ജനിച്ചാലല്ലാതെ പ്രവർത്തിക്കാൻ പറ്റും. പ്രവൃത്തി ജനിച്ചതിന് ശേഷം പൗലോസ് പറയുന്നത് യാക്കോബിനെ ദൈവം തെരഞ്ഞെടുത്ത കേസ് കൊണ്ടുവരുന്നത് പറയുകയാണ്. പ്രവർത്തിക്കണമെങ്കിൽ ഏശാവ് ദോഷം പ്രവർത്തിച്ചത് കൊണ്ടും യാക്കോബ് നല്ല പ്രവർത്തിച്ചുകൊണ്ടുമാണ് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പെങ്കിൽ ജനിച്ചതിന് ശേഷമല്ല. പക്ഷേ ഇവിടെ അവന്റെ മെറിറ്റിലല്ല, വിളിച്ചവന്റെ മെറിറ്റിലാണെന്ന് വരേണ്ടതിന് ജനിക്കുന്നതിന് മുമ്പ് തിരഞ്ഞെടുത്തു. ഇച്ചിരിയുടെ മനസ്സിലാവും. ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ് തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞാൽ
ദൈവത്തിന്റെ നിർണയം, ദൈവത്തിന്റെ ഇഷ്ടം നിമിത്തമാണ് ഞാൻ അകത്തു വന്നതെങ്കിൽ, ദൈവസഭ ഉണ്ടായതെങ്കിൽ എനിക്ക് പ്രശംസിക്കാൻ അതിനകത്തൊന്നുമില്ല. എന്റെ മെറിറ്റ് കൊണ്ട് ഞാൻ സമ്പാദിച്ച രക്ഷയല്ല, ദൈവം കൃപയാൽ സൗജന്യമായി എനിക്ക് പിടിച്ചു തന്ന ദൈവത്തിന്റെ ദാനമാണിത്. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, പ്രശംസിക്കുന്ന കർത്താവിനെ പ്രശംസിക്കണം. അങ്ങനെയാണെങ്കിൽ വീട് തന്നതുകൊണ്ടും കാർ തന്നതുകൊണ്ടും നല്ല കുഞ്ഞുങ്ങളെ തന്നതുകൊണ്ടൊക്കെ കർത്താവിനെ സ്തുതിക്കണം. എന്നാൽ അതിനേക്കാൾ വലുത് അകത്തു കൊണ്ടുവന്ന ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ്, ദൈവം നിന്നോട് കാണിച്ച കരുണ, നിന്റെ കുഞ്ഞുങ്ങളോട് കാണിച്ച കരുണ, നിന്നോട് കാണിച്ച ദയ വലുതായിരിക്കുന്നത് കൊണ്ട് ഹോളിലേക്ക് വരുന്നതിന് മുമ്പ് അകത്തു വ്യാപരിക്കേണ്ട ചിന്ത, കൂട്ടുകാരിൽ പരമായി എന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തത്, ലോകത്തിന്റെ പ്രഭുക്കന്മാർ തിരിച്ചറിയാതെ പോയ ക്രൂശിന്റെ വചനം തിരിച്ചറിയുവാൻ ദൈവത്തിന്റെ നിർണയ മുഖാന്തരം എനിക്ക് ഇടയാക്കിയ ദൈവത്തിന്റെ വിശ്വസ്തതയോർത്ത് ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിക്കാനിടയാണ്. ഹല്ലേലൂയ! എത്ര വലിയ പദവിയായത്! ശ്രദ്ധിക്കണേ, വേദോസിൽ ഉടനീളമുള്ള വേദോസിൽ ഒരു സ്ട്രോങ് ഡോക്ട്രിൻ എലക്ഷൻ, ദൈവത്തിന് ഒത്തിരി കോൺഫ്ലിക്റ്റും ആർഗ്യുമെന്റ്സും ഒക്കെ അതിനകത്തുണ്ട്. നോക്കണം, ദൈവം അബ്രഹാമിനെ തെരഞ്ഞെടുത്തു. D.A. Carson എന്ന് പറഞ്ഞ ന്യൂ ടെസ്റ്റ്മെന്റ് ഫേമസ് സ്കോളർ, അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ കമന്ററിക്ക് പറഞ്ഞത്, ഒരു ദിവസം ഊരെന്ന് പറഞ്ഞ സ്ഥലത്തെ വീട്ടിൽ താന് മോർണിംഗ് ഡിവോഷൻ നടത്തി തന്നെത്താൻ ശുദ്ധീകരിച്ച് പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് ദൈവമേ എന്നെ വിളിച്ചോ എന്ന് പറഞ്ഞ് റെഡിയായിരുന്നപ്പോഴല്ല ദൈവം അബ്രഹാമിനെ വിളിച്ചത്. കൽദയ പട്ടണമായ ഊരിൽ വിളിക്കപ്പെടാൻ വേണ്ട യോഗ്യത ഇല്ലാതിരുന്നപ്പോൾ, വിഗ്രഹാരാധികളിടയിലായിരുന്ന മറ്റൊരു സാധാരണ മനുഷ്യൻ പാപത്തിലായിരുന്നപ്പോൾ ദൈവത്തിന്റെ കൃപ അവനെ തേടിച്ചെന്ന് തന്റെ പദ്ധതിക്ക് വേണ്ടി അവനെ വിളിച്ചു മാറ്റി. ഇവിടെ ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചത് അബ്രഹാം അല്ല, ദൈവമാണ് പ്രൈമറി മൂവർ. ദാവീദിനെ കണ്ടെത്തി അഭിഷേകം ചെയ്ത ദൈവമാണ്. ഇസ്രായേലിനെ തേടിച്ചെന്ന് ശവക്കുഴി ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ് നിരാശ അസ്തമിച്ചു പോയ ഒരു ജനസമൂഹത്തെ, പിറുപിറുക്കുന്ന ജനസമൂഹത്തെ അതൊന്നും ഓർക്കാതെ തന്റെ അത്ഭുതത്തിന്റെ കരം നീട്ടി ചെങ്കടലിനെ വിഭജിച്ച് ഇറക്കിക്കൊണ്ട് വന്നത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. അതുകൊണ്ടാണ് കർത്താവ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തെന്നല്ല, ഞാനാ നിങ്ങളെ തിരഞ്ഞെടുത്തത്. ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചത് ഞാനാന്ന് വിചാരിച്ചൊന്നും ഇന്ന് ഹോളിനകത്ത് ഇരിക്കണ്ട. നീ അല്ല ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചത്, നിന്റെ കുടുംബം അല്ല ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചത്, നിന്റെ മിടുക്കുകൊണ്ടല്ല നീ ഇറങ്ങി വന്നത്. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിൽ നിന്റെ പേരും കൂടെ മറന്നുപോകാതെ എഴുതി ചേർത്ത ദൈവത്തിന്റെ സ്നേഹത്തെ കൃപയെന്നല്ലാതെ ഇന്ന് സഭയിലൂടെ വിളിക്കുക. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ദാനം. Election is always by grace. അതുകൊണ്ട് സ്വർഗത്തിലൊന്നും ചെന്ന് ആരും ഓളമൊന്നും പൊക്കത്തില്ല. ഇവിടെ വന്നത് കൃപയാണ്, ദൈവത്തിന്റെ വിശ്വസ്തതയാണ്, ദൈവത്തിന്റെ കരുണയാണ്. ഹല്ലേലൂയ! എങ്ങനെ 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 നന്ദിയോടെ ആരാധനയുടെ ബേസ് അതിവിടെ ഹോളിനകത്ത് വന്നൊരു ഹല്ലേലൂയ പറയുന്നത് മാത്രമല്ല. ഞാനും എന്നെ കൂടെ ഉൾക്കൊള്ളിച്ചാണ് പ്രസംഗിക്കുന്നത്. ഇതിനകത്ത് വന്ന് നമ്മുടെ സ്തോത്രം പറയുന്നത് മാത്രമല്ല, ദൈവം നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണ്, നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ അറിയുന്ന ദൈവമാണ്, നമ്മുടെ മനോഭാവങ്ങളെ അറിയുന്ന ദൈവമാണ്, നമ്മുടെ ചിന്തകളെ അറിയുന്ന ദൈവമാണ്, നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളെ അറിയുന്നവരായ ദൈവമാണ്. ഉള്ളതുപോലെ നിന്നെ അറിയുന്ന ഒരു ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോടെയാണോ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിലായിരിക്കുന്നത്? ഇച്ചിരി പിറുപിറുപ്പൊക്കെ ഇന്ന് സന്ധ്യയിൽ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറിപ്പോകട്ടെ. എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി തന്നില്ലെങ്കിലും ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? ഞാൻ കഴിഞ്ഞ പോയ ചർച്ചയിൽ നിന്ന് പ്രസംഗിച്ചത് 3 ബാലന്മാരെ തീക്കാത്തിരുന്ന സ്റ്റോറിയാണ്. അവരുടെ തിയോളജി ഫേമസ്. അവര് പറഞ്ഞെന്നറിയാമോ? ഈ തീജ്വാലയിൽ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും. കറക്റ്റാ, ദൈവത്തിന് കഴിയും. പക്ഷെ ദൈവം വിടുവിക്കത്തില്ലെന്ന് തീരുമാനിച്ചാലും ഞങ്ങൾക്ക് പല ഓപ്ഷനുണ്ട്. ഞങ്ങൾക്ക് ഈ ദൈവത്തെ മതി. പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നില്ലെങ്കിലും ഈ കർത്താവിനെ മതി. അങ്ങനത്തെ ഒരു തിയോളജി ഇന്ന് പെന്തക്കോസ്തിൽ പ്രസംഗിക്കുന്നുണ്ടോ? ഒരു കൈ പൊക്കിയാൽ വഴി തുറക്കുകയും, 2 ഹല്ലേലൂയ വഴി കൊടുക്കൽ. ബിസിനസ് അല്ല ആരാധന, ഇത് ബിസിനസ് അല്ല. ഇതകത്ത് നന്ദി നിറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടെടുത്ത വിധത്തെ ഓർത്തിട്ട് വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത കണികൾപ്പത്തിലേക്കും തിരിഞ്ഞു നോക്കിയിട്ട് ഇന്ന് രാത്രി നിന്റെ കൃപയുടെ പുറത്ത് ദൈവത്തിന്റെ സ്ഥാനമാണ് നീ അറിയുന്നെങ്കിൽ രക്ഷയുടെ മഹത്വം
നന്ദിയുള്ള ഹൃദയത്തോടെ, സങ്കീർത്തനങ്ങളോടെ, സ്തുതികളോടെ, ആത്മീയ ഗീതങ്ങളോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പേര് ആരാധനയാണ്. Glory, 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 glory. യേശുവിന്റെ നാമത്തിൽ we worship you, God. Thank you, Jesus. Hallelujah, hallelujah. ഇന്ന് അനേകം പ്രസംഗങ്ങളും ദൈവത്തെ ബിസിനസ് ആക്കുന്നതിന് മുഖോട്ടിരിക്കുക. എന്നാൽ വചനത്തിന് മാറ്റമില്ല. ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിൽപ്പുണ്ട്. അനേക പുതിയ കാറ്റുകളല്ല പിതാക്കന്മാരെ കതർന്നി മാറ്റരുത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയുടെ ആ സുവിശേഷത്തിന്റെ മഹത്വം വലുതാണ്. തനിക്കുണ്ടായിരുന്ന ഒരേ ഒരു കല്ലറ ജോസഫ് യേശുവിന് തിരിച്ചു കിട്ടുന്ന ഓർത്തൊന്നുമല്ല കൊടുത്തത്. ജോസഫ് വിചാരിച്ചോ 3 ദിവസം കഴിയുമ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കല്ലറ എനിക്ക് തിരിച്ചു തരും, ലോകത്തിലൊക്കെ ഈ കല്ലറയെ പറ്റി പ്രസംഗിക്കുന്നു ഓർത്തില്ല. തനിക്കുണ്ടായിരുന്ന ഒരേ ഒരു കല്ലറ തന്റെ സംസ്കാരം വെച്ച് സാക്രിഫിഷ്യലിയാ കൊടുത്ത കേട്ടോ. തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ കൊടുക്കുന്ന ആരാധനയല്ല, അത് ബിസിനസ്. എന്നാൽ സന്തോഷമുള്ള ഹൃദയത്തോടെ, ത്യാഗ മനോഭാവത്തോടെ എന്നെ അകത്തു കൊണ്ടുവന്ന പുൽപ്പുറത്താടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ നിന്റെ അപ്പനിലധികമായി എന്നെ തെരഞ്ഞെടുത്ത, എനിക്കൊരു കിരീടം തന്ന, ഒരു സിംഹാസനം തന്ന, ഈ വിശാലത ഇന്ന് കാണുന്ന വിശാലത ഒന്നുമില്ലാത്ത നാളിൽ എന്നെയും എന്റെ കുടുംബത്തെ പോറ്റി പുലർത്തിയ ദൈവത്തെ എത്ര സ്തുതിച്ചാൽ മതിയാകും, എത്ര ആരാധിച്ചാൽ മതിയാകും. നിന്റെ കണ്ണിന് മുമ്പിൽ ഇനിയും ഞാൻ താഴ്മയോടെ ആയിരിക്കും. നന്ദിയില്ലാത്ത ദൈവത്തെ സേവിക്കാൻ നമുക്ക് കഴിയത്തില്ല. ഞാൻ പൊതുവെ ഈ ഹോളിനകത്തിരിക്കുന്ന കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, വെള്ളിയാഴ്ചത്തെ കാര്യം മാത്രമല്ല. ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, all the days of my life to be humble, to be holy before God. ചെങ്കടലിനെ വിഭജിച്ചതല്ല ദൈവം യോർദാനെ വിഭജിച്ചത്. യോർദാനെ വിഭജിച്ച വേറെ രീതിയാണ്. ദൈവത്തിന് ഒരു മേധാടൊന്നും വേണ്ട. പൗലോസിന്റെ ദുവാല കൊണ്ട് രോഗം നോക്കി, അതുകൊണ്ട് പിന്നെ ആരും ദുവാൽ നോ നീറ്റ്. ഒരു സ്ഥലത്ത് കാക്കളെ കൊണ്ട് പോയിപ്പിച്ച്, വേറെ സ്ഥലത്ത് വേറെ രീതിയിലാണ്. സാരമല്ല, ഒരു മെത്തേഡ് തുടർച്ചയായിട്ട് ഉപയോഗിക്കണം ദൈവത്തില്ല. ഇതൊക്കെ നമ്മളാ സിസ്റ്റമാക്കുന്നത്. ദൈവത്തിന് ഏത് മെത്തേഡ്, ഒരു മെത്തേഡ് വേണമെന്നില്ല, പ്രവർത്തി കഴിയും. അവിടെ ചെങ്കടൽ ഉപയോഗിച്ചതല്ല. പുരോഹിതന്മാരുടെ പെട്ടെന്ന് ചുക്കുന്ന പുരോഹിതന്മാരുടെ കാല് വെള്ളത്തിൽ തട്ടിയപ്പോൾ ഒഴുക്ക് നിന്നു. പെട്ടെന്ന് മുന്നോട്ട് പോകുമ്പോഴെങ്ങനെയാ ഒഴുകുന്നേ. ഈ ദൈവത്തിന്റെ കൃപ നിന്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ അഭിഷേകം നിന്റെ കുടുംബത്തിനകത്തുണ്ടെങ്കിൽ ഒഴുക്കൊന്നും നിന്നെ കൊണ്ടുപോകത്തില്ല. ഇന്ന് രാത്രി നിന്റെ വിശ്വാസത്തെ ധൈര്യം ഉറച്ചു ദൈവത്തെ ആശ്രയിച്ച് ദൂതുപോലെ വിളിച്ചു പറയുക. നീ പരമാർത്ഥതയോടെ ദൈവത്തെ സേവിച്ചാൽ, ദൈവത്തിന്റെ അഭിഷേകം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒഴുക്കുകൾ നിന്നെ കൊണ്ടുപോകാതെ ഒഴുക്കിനെ തടഞ്ഞു നിർത്തി നിന്റെ കുടുംബത്തിന് പോകേണ്ടതിന് പാറ വെട്ടി ഒരുക്കാൻ കഴിയുന്നവനായ ഒരു ദൈവം ജീവിക്കുന്നവനായ ദൈവം. ഹല്ലേലൂയ. Oh, we worship you, God. Lord, hallelujah. Oh, in the രാത്രി യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തെ സ്തോത്രം. നിങ്ങളുടെ പടക്കൂട്ടത്തെ പാടില്ലല്ലോ എന്റെ ദൈവത്താലെ വന്ന് ചാടിക്കറങ്ങും. രാത്രി നിന്റെ ബലഹീന ഹൃദയം ഒരു വിശ്വാസം സ്ഥിരപ്പെടട്ടെ. Glory, hallelujah, hallelujah. ഞാനിങ്ങനെ ചിന്തിക്കാതായിരുന്നോടെ എല്ലാ പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി തന്നിരുന്നെങ്കിൽ ഇന്ന് രാത്രി നാം പലരോടെ കാണുന്നു. നിന്റെ ആത്മീയ ജീവിതത്തെ ഭൗതിക ജീവിതത്തെക്കാൾ പ്രാധാന്യമുള്ളതാണ് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ചില വാതിലുകൾ അടയുവാൻ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ നിനക്ക് വേണ്ടി നല്ല വാതിലുകൾ തക്ക സമയത്ത് തുറക്കും. ചില വാതിലുകൾ അടച്ചതിനായി കർത്താവിനെ സ്തുതിക്കണം. ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തു. ഈ ഒരു മെസ്സേജ് ഹൃദയത്തിനകത്ത് കൊണ്ടുപോകണേ. എന്റെ ദൈവമേ, ഹല്ലേലൂയ. എന്റെ മേലുള്ള വലിയ തെരഞ്ഞെടുപ്പ്, ദൈവത്തിന്റെ കൃപയുടെ നിർണയം, എന്റെ കൂടെ പലർക്കും അറിയാതിരിക്കുന്ന ഈ സുവിശേഷ സത്യം അറിയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനെ ഭാഗമാക്കി. സ്തോത്രം, ഹല്ലേലൂയ. ഫിലിപ്പി ലേഖനത്തിന്റെ അന്തസത്ത ത്യാഗം, പ്രാർത്ഥിച്ചെത്ര മേടിച്ചെന്നുള്ള അനുസരിച്ചല്ല സ്വർഗത്തിൽ സുവിശേഷത്തിൽ നിന്ന് വിട്ടുകളഞ്ഞുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു പരമാർത്ഥതയോടെ സ്നേഹത്തോടെ നമുക്ക് പറ്റുന്ന ഒരു പരിമിതിയെ കാണാൻ അറിയാം. നമ്മൾ കാരണം ഒരു ദൂതന്മാരെ പോലും നാൻ പറ്റുന്നില്ല. ലിമിറ്റേഷൻസും കുറവുകളുണ്ട്, വീഴ്ചകളുണ്ട്. പ്രസംഗിക്കാൻ ഞാനും അടുത്തൊരു കാറ്റിൽ താഴെ പോയി വരാം. എന്നാൽ കൃപയിൽ ആശ്രയിച്ച് നിൽക്കാൻ
പരമാർത്ഥതയോടെ ദൈവത്തെ സേവിക്കുവാൻ ഒരു കമ്മിറ്റ്മെന്റ്, ഒരു താങ്ക്ഫുൾനെസ്. യോർദാന നടുവിൽ യോശുവ കല്ലുകൾ നാട്ടിയിട്ട് പറഞ്ഞു, വരുന്ന കാലത്ത് വീടുകൾ താമസിച്ച് പാർക്കുമ്പോൾ, സുസ്ഥിരത കർത്താവ് തരുമ്പോൾ, സ്റ്റെബിലിറ്റി തരുമ്പോൾ, എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ, ആരെങ്കിലും ഒരുത്തൻ ഇത് ഞങ്ങൾ വെട്ടിപ്പിടിച്ചാന്ന് പറയുകയാണെങ്കിൽ അവനെ ചെവിക്ക് പിടിച്ച് കല്ലിന് മുമ്പിൽ കൊണ്ടണം. എന്നിട്ട് പറയണം, പിതാക്കന്മാരുടെ നാളിൽ നമ്മുടെ കൈമെടുക്കൊണ്ട് വെട്ടി സമ്പാദിച്ച ദേശത്തല്ല നാം പാർക്കുന്നത്. നിന്റെ പിതാക്കന്മാരുടെ നാളിൽ അവരോട് ദയ തോന്നി, അവരോട് കൃപ തോന്നി, അവരോട് ക്ഷമിച്ച്, അവരുടെ പിറുപിറുപ്പുകളൊന്നും ഓർക്കാതെ ചെങ്കടലിനെ വിഭജിച്ച് രണ്ടാക്കി ദാനമായി തന്ന ദേശത്താണ് നിങ്ങൾ പാർക്കുന്നത്. രക്ഷ ദൈവത്തിന്റെ ദാനമായിട്ടോ. സ്വർഗത്തിൽ അവർ ആർക്കുന്നത് രക്ഷ കുഞ്ഞാടിന്റെയും ദൈവത്തിന്റെ ദാനമാണ്. നമ്മുടെ സഹോദരന്മാർക്ക് പലരും ഇന്ന് ഇത് നേടാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട്. ഏൺ ചെയ്യണം, എന്റെ സാൽവേഷൻ എനിക്ക് ഏൺ ചെയ്യണമെന്ന് കൃപയാൽ ഇത് സൗജന്യമായി ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുക്കുക. അതിന്റെ മുമ്പിൽ ഒരുപാട് കാര്യമുണ്ട്. അതിന്റെ നമുക്ക് രണ്ടിന്റെ ഒന്നിലേക്ക് പോരാം. ശ്രദ്ധിക്കണേ, തെരഞ്ഞെടുപ്പിന് ശേഷം താഴോട്ട് വരുമ്പോൾ പിന്നെ രക്ഷയെ കുറിച്ചാണ് പറയുന്നത്. പറയാം, ശ്രദ്ധിക്കണേ, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച നമ്മളെ എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നതിന് ഉപയോഗിച്ചിരുന്ന വാക്ക് ഉയർപ്പിച്ചത്. ഒരാൾ എപ്പോഴാണ് മരിക്കുന്നത്? ഏറ്റവും നല്ല ഡെഫിനേഷൻ, ഒരുപാട് ഡെഫിനേഷൻ ഉണ്ടെങ്കിലും പ്രതികരണ ശേഷി ഇല്ലാതെ മരിച്ച അവസ്ഥയിൽ നിന്ന് ഉയർപ്പിച്ചെന്ന പ്രതികരണ ശേഷി ഇല്ലാതാകുമ്പോഴാണ് ഒരാൾ മരിക്കുന്നത്. ഏതെങ്കിലും പ്രത്യേക കാര്യം ഇഷ്ടമുള്ള ഒരാൾ മരിച്ചാൽ അതെത്ര കൊണ്ടുവച്ചാലും അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നത്. ചൂടിനോടും തണുപ്പിനോടും പ്രതികരിക്കുന്നത്. നോക്കണേ, പൗലോസ് നമ്മുടെ ഹിസ്റ്ററി പറയുക, നമ്മുടെ സ്റ്റോറി പറയുക. പൗലോസ് പറയാ, അതിക്രമങ്ങളിലെ പാപങ്ങൾ നിങ്ങൾ മരിച്ചവർ. പിന്നെ പൗലോസ് ഞങ്ങൾ എങ്ങനെയാ സുവിശേഷത്തോട് പ്രതികരിക്കുക? വചനം കേട്ടാൽ പോലും തിരിച്ചറിയാൻ മേലാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് പലരും കവലയെന്ന് പ്രസംഗം കളിയാക്കുന്നതിന്റെ കാര്യം തിരിച്ചറിയാൻ പറ്റില്ല. ആത്മീകമായി വിവേചിക്കേണ്ടതാകിയ പ്രാകൃത മനുഷ്യന് മനസ്സിലാകുന്നില്ല. പിന്നെ നമ്മളെങ്ങനെ തിരിച്ചറിയും? വേഗത്തിൽ വാക്യം വായിക്കണം. 1 കൊരിന്ത്യർ 2:8. ക്രൂശിനെ പറ്റി പറയാ. ഇത് പൗലോസാണ്. പറയാ, ലോകത്തിന്റെ തമ്പുരാക്കന്മാരൊന്നും അറിഞ്ഞില്ല. എന്തറിഞ്ഞില്ല? എനിക്ക് ആ വാക്യം വളരെ ഇഷ്ടമായിരുന്നു. കാരണം തേജസ്സിന്റെ കർത്താവിനെ ഓൾഡ് ടെസ്റ്റ്മെന്റിനോട് നല്ല ബന്ധം. The Lord, the glory of the Lord, the glorious Lord. തേജസ്സിന്റെ കർത്താവ്. തേജസ്സിന്റെ കർത്താവിന്റെ കരങ്ങൾ നീട്ടിവെച്ച് ആണി അടിച്ചപ്പോൾ അറിഞ്ഞില്ല തേജസ്സിന്റെ കർത്താവിനെ ആഘോഷിക്കും. ചിത്രകാരൻ പറഞ്ഞ പെയിന്റ് ഒക്കെ നമുക്ക് ഇവിടുത്തെ ആൾക്കാർ വരച്ച് ഫോട്ടോയ്ക്കകത്തെ പെയിന്റ് കൊടുക്കും. കർത്താവിന്റെ തലയുടെ ചുറ്റും പെയിന്റ് ഒന്നും ഇല്ല. തിരിച്ചറിയാൻ അങ്ങനെയുള്ള കാര്യങ്ങളില്ല. അവരറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്ത്? ഹെരോദാവിന്റെ കൊച്ചു പഞ്ചായത്ത് നാടുവാഴിയുടെ മുമ്പിൽ പോയി മിണ്ടാതെ നിന്നപ്പോ മർക്കോസ് എന്ന സുവിശേഷം മറക്കാതെ എഴുതിയിട്ടുണ്ട്, നിസ്സാരനാക്കി വിട്ടത്. നോക്കണേ, ഹെരോദാവേ നീ അറിഞ്ഞില്ല, എന്റെ മുമ്പിൽ അങ്ങനെ വന്നു. പീലാത്തോസേ നീ അറിഞ്ഞില്ല. സൈമൺ സാറിന്റെ ഭാഷ പറഞ്ഞാൽ ഭുവനമൊന്നാകെ ചമച്ചവന് സകലത്തിന് രൂപവും ഭാവവും നൽകിക്കൊടുത്ത മഹാരാജാവ് നിന്റെ മുമ്പിൽ വേഷത്തിൽ മനുഷ്യനായി വന്ന് ഒരു നിസ്സാരനെ പോലെ നിൽക്കുന്ന നീ അറിഞ്ഞില്ല. യെരൂശലേമിന്റെ തെരുവീതിയിലൂടെ പുറമൊക്കെ ഉടവചാരികൾ പോലെ കീറി തലയിൽ മുൾക്കിരീടം വെച്ച് തുപ്പലേറ്റ് ഈ ഹോളകാലത്തിൽ ചിന്തിച്ചാൽ അത് മനസ്സിലാവൂ. തുപ്പലേറ്റ് നിന്ദിക്കപ്പെട്ട 2 അതിക്രമക്കാരുടെ മധ്യത്തിൽ വേദനിക്കുന്നവനായി അകത്തേക്കെടുത്ത വായു വെളിയിലേക്ക് വിടാൻ ബുദ്ധിമുട്ടാണ്. കാരണം ക്രൂശിൽ കിടക്കുമ്പോൾ വെളിയിലോട്ട് വായു വിടണമെങ്കിൽ അകത്ത് കാല് അടിയിലത്തെ അമർത്തി ചവിട്ടണം. അതുകൊണ്ട് കാലൊടിക്കുന്നത്. കാലൊടിച്ചാൽ പിന്നെ എടുത്ത വായു വെളിയിലേക്ക് വിടാൻ പറ്റില്ല. അത്രയ്ക്കും ബലഹീനാവസ്ഥയിൽ മുറിവേറ്റപ്പെട്ട് പറിച്ചു കീറപ്പെട്ട് സ്തോത്രം. ഈ ഒരു ചിത്രം അവിടെ വെച്ചിട്ട് യെശയ്യാവിനകത്ത് കാണുന്ന ചിത്രം എന്നറിയാമോ? കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ നീളം വെളുപ്പലുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സറാഫുകൾ അവന് ചുറ്റും നിന്നു. ഒരുവനോട് ഒരുവൻ പരിശുദ്ധൻ 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 ആർക്കുന്ന കാഴ്ച. ഈ 2 ചിത്രം തമ്മിലുള്ള വ്യത്യാസം അറിയാമോ?
ഇവിടെ അല്പവസ്ത്രധാരിയ, അവിടെ ജീവൻ കുപ്പായം ഇട്ടുകൊണ്ട്, അവിടെ ദൂതന്മാരുടെ മധ്യത്തിൽ ആരാധനയ്ക്ക്, ഇവിടെ അതിക്രമക്കാരവരുടെ മധ്യത്തിൽ അവിടെ അവർ സ്തുതിച്ചോണ്ടിരിക്കുക, സ്വർഗം മുഴുവൻ ആരാധിച്ചോണ്ടിരിക്കുക. ഇവിടെ നിന്ദിക്കപ്പെട്ടവനായി, തുപ്പലേറ്റവനായി, വെറുക്കപ്പെട്ടവനായി, ആരുമില്ലാത്തവനായി അവിടെ സിംഹാസനത്തിൽ ഇരിക്കുക. ഇവിടെ ആ കുന്നിന്റെ മുകളിൽ സൂര്യൻ പോലെ മുഖം മറച്ചു ഇരുട്ടിന്റെ നടുവിൽ വെളിച്ചത്തിൽ അവിടെ. ഇത് തമ്മിലുള്ള വ്യത്യാസം നിനക്കിന്ന് സന്ധ്യയിൽ നിന്ന് ബോധ്യപ്പെട്ട അതാ സുവിശേഷത്തിന്റെ ആഴം. ഇന്ന് രാത്രി നീ ഇതിനകത്തിരിക്കുന്നത് ഈ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവൻ പുറത്തു പോയതുകൊണ്ട് നീ അകത്ത് വന്നതെങ്കിൽ, അവൻ അപമാനിക്കപ്പെട്ടതുള്ള മാന്യത ഈ പ്രസംഗിക്കുന്ന എനിക്ക് ഉള്ളതെങ്കിൽ, അവന്റെ അപമാനമാണ് എനിക്ക് തേജസ്സായി വ്യാപരിച്ചതെങ്കിൽ, അവന്റെ കയ്യിൽ നിന്ന് വിട്ടിട്ട് എന്റെ കയ്യിൽ ആ പിതാവ് പിടിച്ചതെങ്കിൽ, ഇന്ന് സന്ധ്യയിൽ എല്ലാ സ്തുതികൾക്കും യോഗ്യൻ, എല്ലാ മഹത്വത്തിനും യോഗ്യൻ. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പറയും, കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു. ചില ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ദൈവത്തിനായിട്ട് ഞങ്ങളെ വിലക്ക് മേടിച്ചു. ലോകത്തിന്റെ പ്രമുഖന്മാർ അറിയാതെ പോയെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചറിയുവാനുള്ള ഭാഗ്യം ദൈവം തരുവാനാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിൽ പൗലോസ് എഴുതി വെച്ചിരിക്കുന്നതിനറിയാമോ? ഇതൊക്കെ അകത്തൊന്നും വ്യാപരിക്കണം. ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ, ഉഷ്ണക്കാറ്റുകളുടെ നടുവിൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഭാരപ്പെടുമ്പോൾ അകത്തും വ്യാപരിക്കുന്ന ദൈവത്തിന്റെ തേജസ്സിന്റെയും കൃപയുടെയും ആഴമത്ര വലുതാണെന്ന് നീ തിരിച്ചറിയുമ്പോൾ അകത്തെ മനുഷ്യൻ എഴുന്നേറ്റ് ഈ പ്രതിബന്ധങ്ങളുടെ നടുവിൽ നിൽക്കുവാനിടയായിരുന്നു. ഞങ്ങൾ സജി പോളിന്റെ വീട്ടില് ഞാൻ സെമിനാരിയുടെ സെക്രട്ടറിയായിട്ട് താമസിക്കുന്ന അവിടെയാണ്. അവിടെ ആദ്യ ദിവസം വന്നപ്പോൾ എനിക്ക് മീറ്റിങ്ങുകളൊന്നും ഒരു ദിവസം പോലും ഇല്ലായിരുന്നു. 4-5 ദിവസം മുറിക്കാത്ത അടച്ചു. എനിക്കൊന്ന് സാഹചര്യത്തിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, എവിടെയും പോയെന്നൊക്കെ ചോദിക്കുമ്പോഴും 3-4 ദിവസത്തേക്ക് എങ്ങോട്ടും ഇറങ്ങില്ല. പാസ്റ്റർ ദിവസം എന്നെ കാണാൻ വേണ്ടി വന്നു. ഏതായാലും അനുഗ്രഹമായി. സാജുവിന്റെ മെന്തക്കോസ് ചരിത്രവും അവിടെ വേറൊരു ചൈനക്കാരൻ പാസ്റ്ററുടെ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റോറിക്ക് വായിച്ചു, 2 ബുക്ക് വായിച്ചിരുന്നു. ആ ബുക്ക് പറഞ്ഞ ആ മനുഷ്യന്റെ സ്റ്റോറി, അത് ആ ബുക്കിന്റെ പേര് സ്വർഗീയ മനുഷ്യൻ. ആ ബുക്കിന്റെ പേര് വായിക്കുന്ന മലയാളത്തിൽ ഓതന്റിക് ബുക്സ് ആണ്. അദ്ദേഹം കടന്നുപോയി സുവിശേഷ രഹസ്യ സഭ ചൈനയിൽ കടന്നുപോയ കർത്താവിന് വേണ്ടി അനുഭവിച്ച പീഡനങ്ങൾ, അപ്പോസ്തല പ്രവർത്തിക്കാൻ പല കാര്യങ്ങളും അപ്പോസ്തലനാണ്. അദ്ദേഹം ഒരു സാക്ഷ്യം ഇതായിരുന്നു. ജയിലിനകത്ത് പീഡിപ്പിപ്പെട്ടി ഈ മണിയുടെ പെട്ട ഈ ക്രിസ്റ്റിന്റെ ബന്ധം അസ്ഥികളൊക്കെ വേർപെട്ട് വെളിയിൽ വന്ന ദേഹം മുഴുവൻ അടിച്ച് കീറി എഴുന്നേറ്റ് നിൽക്കാനും പോലത്തെ അവസ്ഥയിൽ വളരെ ക്രൂരമായ പീഡനം കടന്നു പോകുമ്പോൾ ജയിലിന് പുറത്തുള്ളവർക്ക് ആ പ്രയാസം, ഞങ്ങൾക്കകത്ത് ശരീരം ഇങ്ങനെ അടിച്ചുരയുമ്പോൾ അസഹ്യമായ വേദനയിൽ നിലവിളിക്കുമ്പോഴൊക്കെ അകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം അന്തരാത്മാവിൽ ഇറങ്ങി വന്നിട്ട് സ്വർഗത്തിന്റെ കൊച്ചു പീസ് അകത്ത് വന്നിട്ട് വേദനയുടെ നടുവിൽ ദൈവത്തെ പാടി സ്തുതിക്കുവാനിടയാക്കുമ്പോൾ ഓരോ ആരാധിച്ചിട്ട് കാരണം ഇവിടെ മനസ്സിലാവും. കാരണം എന്താണെന്നറിയുമോ? അത്രയ്ക്ക് തേജസ്സിനത് വ്യാപരിക്കുന്നുണ്ട്. എപ്പോഴും ഒന്നും കാണുന്നില്ലെങ്കിലും പ്രതിബന്ധങ്ങളുടെ നടുവിൽ ഉത്തരവാദിത്വത്തോടെ ഞാൻ വിളിച്ചു പറയാം, പ്രതിബന്ധങ്ങളുടെ പ്രയാസങ്ങളുടെ നടുവിൽ എല്ലാവരും ഇട്ടിട്ട് പോകുമ്പോൾ ഉത്തരവാദിത്വത്തോടെ നിന്നോട് ഇടപെടുന്ന ഒരു കർത്താവ് ജീവിക്കണം. ഹല്ലേലൂയ. എപ്പോഴും നീ അത് കാണുന്നില്ലായിരിക്കും, എന്നാൽ അഗ്നിജ്വാലയുടെ നടുവിൽ എണ്ണിയാൽ 4-ാമതൊരാളുടെ സാന്നിധ്യം കൂടെ കാണാൻ കഴിയും. എന്റെ രാത്രിക്കകത്ത് ഇരിക്കുന്നതും അങ്ങനെയൊക്കെ കർത്താവ് കാണുന്നു. ലോകത്തിന്റെ പ്രമുഖന്മാർ അറിഞ്ഞില്ലെങ്കിൽ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുന്നു. നമുക്ക് ലഭിച്ച ഭാഗ്യം എന്ന് പറയാമോ? ക്രൂശിക്കപ്പെട്ട കർത്താവ് തേജസ്സിന്റെ കർത്താവ് തിരിച്ചറിയാവുന്ന ഭാഗ്യം നമ്മൾ തിരിച്ചറിയാതെ പോയത്. പക്ഷെ ഞാൻ എന്റെ എംഫിൽ യൂണിവേഴ്സിറ്റി മദ്രാസ് തിയോളജി ചെയ്തിട്ട് നാട്ടിലേക്ക് തിരിച്ച് ട്രെയിൻ പോകുന്ന സമയത്ത് കർത്താവിനോട് ശക്തമായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അത് ആ ക്രൂശിലെ കള്ളന്റെ സ്റ്റോറിയാണ്. അതുകൊണ്ട് സ്ഥലത്ത് ഞാൻ ഇങ്ങനെ കൺവെൻഷൻ പ്രസംഗിക്കുകയും ചെയ്തു. അത് തൊട്ടപ്പുറത്ത് കിടന്ന് ഒരു കയ്യകലത്തിൽ കിടന്ന് മരിക്കാൻ പോകുന്ന ബ്രീഡ് ചെയ്ത് കിടക്കുന്ന, ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ക്രൂശി കിടക്കുമ്പോഴും കർത്താവ് രാജമാണോ? ക്രൂശിൽ കിടക്കുന്ന സമയത്തും താൻ ദൈവപുത്രനാണ്. ഇത്രയും നിശബ്ദത അവിടെ കിടക്കുമ്പോൾ താൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും. എന്നോടുകൂടെ നീ പർദീസയിൽ ഇരിക്കും ആയിരിക്കും എന്നല്ല, സ്വർഗത്തിന്റെ വാതിൽ തുറക്കാൻ അപ്പോഴും അധികാരം ഇരിക്കുമായിരിക്കും എന്നല്ല, ഇരിക്കും. അവനെ കൊണ്ടാ പോയെ. ആ കഠിന വേദനയുടെ നടുവിലും എത്തിക്സിന് ഒരു പോയിന്റ് പോലും മാറ്റം വന്നില്ല. അവരറിയാൽ ഇവരോട് ക്ഷമിക്കണേ,
ക്രിസ്തുവിന്റെ സ്വഭാവം, ദൈവത്തിന്റെ സ്വഭാവം, ആ വലിയ ക്രൈസിസിന്റെ നടുവിലും എത്തിക്സ് ഒരു ശകലം പോലും മാറാതെ, അധികാരത്തിൽ ഒരു കുറവ് സംഭവിക്കാതെ, ആ ബ്ലീഡിങ്ങിന്റെ നടുവിലും വേദനയുടെ നടുവിലും മഹാരാജാവ് വിളിച്ചു പറഞ്ഞു, നീ എന്നോടുള്ള പർദീസായിരിക്കുമെന്ന്. ലോകത്തിന്റെ പ്രഭുക്കന്മാർ അറിയാത്ത കാര്യം ഇപ്പുറത്ത് കിടന്ന് മരിക്കുന്ന ഇവനെങ്ങനെയാ തിരിച്ചറിഞ്ഞ? ഞാൻ ഒറ്റ ആൻസറുള്ളൂ, അവന്റെ ഹൃദയത്തിനകത്ത് തിരിച്ചറിയുവാൻ തക്കവണ്ണം കൃപയുടെ പേസ്റ്റ് തേച്ചു കൊടുത്തിട്ട് മറ്റവന് കാണാൻ കഴിയാത്ത തേജസ് ഇവൻ കണ്ടതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോയത്. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകിച്ചതെന്ന് പറയുമോ? കൂടെ ബെഞ്ചിലിരുന്ന് പഠിച്ച പലരും പുറത്തല്ലേ? ഭരണചക്രം തിരിക്കുന്നവരൊക്കെ തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ. ഫിലോസഫേഴ്സ് എത്ര പേരാ ഇത് വേണ്ടെന്ന് വെക്കുന്നത്? എന്നാൽ നീ എങ്ങനെ അകത്ത് വന്നത്? ദൈവത്തിന്റെ കൃപ നിനക്ക് വേണ്ടി എത്ര വലുതായിരുന്നു, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം എത്ര വലുതായിരുന്നു. ഈ സന്ധ്യയിൽ ഒന്ന് ചിന്തിച്ചിട്ട് മാത്രമേ വീട്ടിലേക്ക് പോകാവൂ. ഹല്ലേലൂയ. അവരും തിരിച്ചറിയാതെ പോയതുപോലെ തന്നെ നീയും തിരിച്ചറിയാതെ വന്നേനെ. നിത്യമായ നരകത്തിൽ പോയി അവസാനിച്ചേ. എന്നാൽ നൈല വിധവയുടെ മകനെ അടുക്കാൻ കൊണ്ടുപോയ വഴിയാത്രയിൽ കടന്നു വന്ന് യാത്ര മതിയാക്കിയിട്ട് വീട്ടിലേക്ക് മടക്കി അയച്ചതുപോലെ നിന്റെ യാത്ര മതിയാക്കി ഭവനത്തിലേക്ക് നിന്നെ മടക്കി കൊണ്ടുവന്ന ദൈവത്തിന്റെ സ്നേഹം അത്ര വലുതാണ്. ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിലോ തേജസ്സിന്റെ കർത്താവിനെ ഘോഷിക്കുന്നത്. വാക്യം വായിച്ചു. പഴയ നിയമത്തിന്റെ കൊട്ടേഷൻ. ഇപ്പോൾ സാധാരണ പറയുന്നത് സ്വർഗത്തെ പറ്റി പറയാനാ. കറക്റ്റാ, സ്വർഗത്തെ പറ്റി അങ്ങനെ തന്നെ നമ്മൾ ഇവിടെ പോകുന്നത് അതുപോലെയുള്ള. എന്നാൽ ഇവിടെ പൗലോസ് ക്രൂശിന്റെ മെസ്സേജ് പറയുമ്പോഴത്തേക്ക് ക്രൂശിന്റെ മെസ്സേജ് പറയാ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ടിട്ടില്ല. ഇത് കണ്ടുകൊണ്ട് കണ്ട് ഗ്രഹിക്കാൻ പറ്റുന്ന മെസ്സേജ് ആയിരുന്നു. ചെവി കൊണ്ട് കേട്ട് പെറ്റെടുത്തിട്ട് തൂക്കി നോക്കിയിട്ട് ലോജിക്കലായിട്ട് ചിന്തിച്ച് നിഗമനത്തിലെത്താൻ പറ്റിയിട്ട് വേണോ വേണ്ടോ വിചാരിച്ച് അംഗീകരിക്കാൻ പറ്റുന്ന മെസ്സേജ് അല്ലായിരുന്നു ക്രൂശിന്റെ മെസ്സേജ്. അതിന്റെ ഔട്ടർ കവറിംഗിൽ വലിയ ആകർഷണമൊന്നുമില്ല. ഇട്ടിട്ട് പോയേനെ, അകത്ത് വരാതിരുന്നേനെ. പിന്നെ എങ്ങനെയാ ഇന്ന് രാത്രി അതിക്രമങ്ങളും പാവങ്ങളും ഭരിച്ച് പ്രതികരണശേഷി പോലും നമ്മൾ അകത്ത് വന്നത് എങ്ങനെയാ? അതിന്റെ അടുത്ത വാക്യമുണ്ട്, നമുക്കോ അതാ ദൈവം തന്റെ ആത്മാവിനാൽ പരിശുദ്ധാത്മാവ് വചനത്തോട് വ്യാപരിച്ചപ്പോൾ നിന്റെ അകത്തെ ഇരുട്ടിനൊരു മാറ്റം വന്നു. അകത്തെ മരണം ജീവനുള്ളതായി മാറുവാൻ ഇടയായിരുന്നു. എസ്കേലിന്റെ താഴ്വര ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ആ താഴ്വരയിൽ വ്യാപരിച്ചപ്പോൾ ആ ഇരുട്ട് വീണ മരണം വീണ താഴ്വര ജീവന്റെ താഴ്വരയായി മാറിയതുപോലെ നിന്റെ അകത്തുണ്ടായിരുന്ന ഇരുട്ടിന്റെ താഴ്വര അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച അന്തരാത്മാവിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ സ്പർശനം ഉണ്ടായപ്പോൾ ജീവിച്ച് ഒരു സൈന്യമായി എഴുന്നേറ്റ് നിൽക്കുവാനിടയായിട്ട് നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വിളിക്കും. അതുകൊണ്ട് സുവിശേഷ പുസ്തകം കേട്ടിട്ട് രാത്രി അകത്ത് വന്നത് നമുക്ക് കഴിവുണ്ടായത് കണ്ടുകൊണ്ട് കേട്ട് ഗ്രഹിച്ച് അളന്ന് തൂക്കിയൊന്നും അല്ല. ഇത് അകത്ത് ലോക്കെടുക്കുന്നത്. ഡെമസ്കോസിന്റെ പടിവാതിക്കൽ വരെ ഈ പരിപാടി പൗലോസിന് അറിയത്തില്ലായിരുന്നു. എന്നാൽ ആ ഡെമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് അവന്റെ കണ്ണുകളുടെ കർത്താവ് തുറക്കുവാനിടയായിരുന്നു. അവൻ അകത്ത് വരുവാനിടയായിരുന്നു. രണ്ടാമത്തെ മിശ്രയാത്ര ആസിയയിൽ വചനം പ്രസംഗിക്കുന്നത് പരിശുദ്ധാത്മാവ് ശക്തമായി വിളക്കിയാൽ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ട്രോവാസ് എന്ന തുറമുഖ നഗരത്തിൽ രാത്രി പ്രാർത്ഥിച്ചപ്പോൾ മക്കതോന്യക്കാരന് മനുഷ്യൻ രാത്രി വിളിക്കുന്ന ദർശനം കണ്ട് യൂറോപ്പിന്റെ മണ്ണിലേക്ക് ആദ്യ സുവിശേഷമായിട്ട് പോയി ഫിലിപ്പിയിലേക്ക് വന്നു. അവിടുത്തെ കാരാഗ്രഹത്തിലാക്കപ്പെട്ടു. എന്നാൽ തൊട്ട് മുമ്പ് 10 മെയിൽ യഹൂദന്മാരുള്ള ഏത് സ്ഥലത്തും ഒരു സിനഗോഗ് തുടങ്ങാൻ അധികാരം റോം കൊടുത്തിരുന്നെങ്കിലും 10 താഴെ മാത്രമേ ഉണ്ടായിരുന്നുണ്ടായിരിക്കാം ഫിലിപ്പിൽ സിനഗോഗിലായിരുന്നു വിചാരിക്കുന്നു. കാരണം യഹൂദൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് കാലും കൈ കഴിയുമെന്നുള്ള സാമാന്യ തത്വം പൗലോസിന് അറിയാമായിരുന്നു. അതുകൊണ്ട് പുഴവക്കത്ത് പോയി ആരെങ്കിലും പ്രാർത്ഥനാ സ്ഥലത്ത് വരുമെന്ന് കാത്തിരുന്നപ്പോൾ ഏഷ്യയിലെ തുയർത്തര പഠനക്കാരി അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് യഹൂദ മതാനുസാരിയായി മാറിയ ലുദിയ അവിടെ വന്ന് പൗലോസിന്റെ പ്രസംഗം കേട്ടു. ലൂക്കോസ് മറന്നു പോകാതെ എഴുതിയെന്ന് പറയുമ്പോ അവൻ പറയുന്ന വചനം കേൾക്കാൻ തക്കോണം കർത്താവോടെ ഹൃദയം തോന്നുന്നു. പൗലോസ് അല്ല തോന്നേ. ആരെയും രക്ഷിക്കപ്പെടുന്ന നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ദൈവത്താൽ ഉപയോഗിക്കപ്പെടാനേ പറ്റുന്നുള്ളൂ. നീ അകത്ത് വന്നെങ്കിൽ പ്രസംഗിച്ച പാസ്റ്ററുടെ മിടുക്കല്ല, നീ വായിച്ച ട്രാക്ട് നല്ല കളർഫുൾ ആയതുകൊണ്ടല്ല. അകത്ത് നിന്ന് ലോക്കെടുത്തത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരമായിരുന്നു. കൃപയുടെ സുവിശേഷം തിരിച്ചറിയുവാൻ തക്കവണ്ണം നിന്റെ കണ്ണു തുറന്നോ. നിന്റെ അപ്പുറത്തിരുന്ന ആള് കാണാത്ത ഒരു കാഴ്ച നീ കണ്ടു. അത് തേജസ്സിന്റെ കാഴ്ചയാണ്. അതുകൊണ്ടാണ് ഇന്ന് സന്ധ്യയിൽ ഈ ഹോളിനകത്ത് നീ വന്നതെങ്കിൽ ഇന്ന് രാത്രി എങ്ങനെ കർത്താവിനെ സ്തുതിക്കാതെ, എങ്ങനെ ഒരു ഹല്ലേലൂയ പാടാതെ, എങ്ങനെ ഒരു നന്ദി പറയാതെ
വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒറ്റ വാക്കിൽ വായിച്ചു നമുക്ക് അവസാനിപ്പിക്കാം. വായിച്ച എഫേസ്യർ തിരിച്ചു വന്നേ. അതിൽ 1:13 വാക്കുകൾ വായിച്ചു. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ശക്തിയുടെ അളവറ്റ് വരുമ്പോൾ നിങ്ങൾ അറിയണമെന്ന് ഞാൻ എന്ത് ചെയ്യാം? അളവില്ലാത്ത ഞങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതിനെല്ലാം അളവുണ്ട്. ഷർട്ടിന് കോളിനൊക്കെ അളവാണ്. പിന്നെ പറയുന്നത് നാട്ടു പറയുന്നു അങ്ങനെ അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ചു. ലോകത്തിൽ മനുഷ്യ ചരിത്രത്തിലെ ദൈവശക്തിയുടെ ഏറ്റവും വലിയ ഡെമോൺസ്ട്രേഷൻ നടന്നത് കല്ലറയിൽ. വിശദീകരിക്കാൻ നമുക്ക് സമയം. ലാസറിനെ ഉയർപ്പിച്ചതുപോലെ അല്ല കർത്താവ് ഉയർത്തിയത്. ലാസർ പിന്നെ മരിച്ചു. ഒരു പുതിയ ന്യൂ ക്യാപ്റ്റർ ഹ്യൂമൻ ചരിത്രത്തിൽ തോന്നുന്നത് യേശുക്രിസ്തുവിന്റെ കാലത്ത്. ബലഹീനതയിൽ വിതയ്ക്കുന്നു, ശക്തിയിൽ ഉയർന്നു. അപമാനത്തിൽ വിതയ്ക്കുന്നു, തേജസ്സിൽ ഉയർത്തുന്നു. പ്രായോഗിക ശരീരം വിതയ്ക്കുന്നു, ആത്മശരീരം ഉയർത്തുന്നു. ഭിത്തിക്കകത്തോട്ട് നേരെ പോകുന്നു. തൊട്ടു നോക്കാൻ പറ്റും. വേണേ ഭക്ഷണം കഴിച്ചു, വേണ്ട ഇന്ന് അപ്പോഴത്തെ ക്ലാസ് എടുത്താൽ അപ്രത്യക്ഷമാകാൻ പറ്റും, വേണേ പ്രത്യക്ഷമാകാം. ഓമനെ ഗ്ലോറിയസ് ആയ അതുപോലുള്ള ഒരു ശരീരം കിട്ടാൻ വേണ്ടി നാം കാത്തിരിക്കുന്നത്. അവന്റെ ദാസന്മാർ അവന്റെ മുഖം കാണുമെന്ന് വെളിപ്പാട് പുസ്തകം പറയുമ്പോൾ ഇതേപോലുള്ള കപ്പാസിറ്റിയുള്ള ശരീരം നമുക്ക് ലഭിക്കും. അവന്റെ ശരീരത്തോട് തുല്യമായ പറഞ്ഞാൽ അതേ കാറ്റഗറിയിലുള്ളതായ ഒരു ശരീരം നമുക്ക് ലഭിക്കും. അങ്ങനെ അവൻ ക്രിസ്തുവിനും വ്യാപരിച്ച് അവനെ മരിച്ചോടെഴുതി ഉയർപ്പിച്ചു. വേഗം തന്നെ പറഞ്ഞു. ഈ ഭാഗം പൗലോസ് എഴുതുമ്പോൾ ചാപ്റ്റർ ഡിവിഷൻ ഇല്ല, നമ്മളാ ചാപ്റ്റർ ഡിവിഷൻ ഉണ്ടാക്കിയത്. ഇത് ക്രിസ്തുവിന്റെ ഉയർപ്പിനെ പറ്റി പറഞ്ഞു പറയാം. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച നിങ്ങളെ എന്ത് ചെയ്തു? അങ്ങനെയാണെങ്കിൽ ആ കല്ലറയെ ജീവനുള്ള കല്ലറയാക്കി മാറ്റിയതുപോലെ വചനത്തോടുകൂടെ വ്യാപരിച്ച ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാണ് ഇന്ന് രാത്രി ഹോളിനകത്തേക്ക് നിന്നെ കൊണ്ടുവന്നത്. ജീവനുള്ളവനാക്കി തീർത്തത്. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിടത്ത് ജീവനുണ്ട്. ദൈവത്തിന്റെ ആത്മാവിനോട് ജീവനുണ്ട്. അതിക്രമങ്ങളും പാപങ്ങളും മരിച്ച നിനക്ക് സുവിശേഷം അറിയാൻ പറ്റത്തില്ലായിരുന്നു, പ്രതികരിക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്നാൽ വചനമായി മാത്രം വരാതെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ വ്യാപരിച്ചുകൊണ്ട് അക്ഷരയും ജീവനും വെളിപ്പെടുത്തിയ സുവിശേഷം നിന്റെ അകത്തെ ഇരുട്ടിനെ മാറ്റി ജീവനുള്ളവനാക്കി നിന്നെ മാറ്റി. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴമത്ര വലുതാണെന്ന് ഈ സത്യത്തിൽ തിരിച്ചറിയണം. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കൃപയിലേക്ക്, ദൈവിക ആഴങ്ങളിലേക്ക്, ദൈവത്തിന്റെ കൃപയുടെ പുതുക്കത്തിലേക്ക് രാത്രി നമുക്ക് മടങ്ങി വരാൻ കഴിയുന്നില്ല. നമുക്കെല്ലാവർക്കും എല്ലാ കടകളും ദിവസം നാളെയൊക്കെ ഒരുമിച്ച് പ്രസംഗം കർത്താവിനെ സ്തുതിക്കാൻ കഴിയുമോ? ഇത്ര വലിയ രക്ഷദാനമായി തന്നതിനാണ്, എന്നെ ഉയർപ്പിച്ചതിനാൽ അകത്തുമാണ് ഇരുട്ട് മാറി കല്ലറയെ ജീവനുള്ള കല്ലറയാക്കി മാറ്റിയതുപോലെ പരിശുദ്ധാത്മാവിനാൽ എന്നെ ദൈവമാക്കി മാറ്റിയതുകൊണ്ട്, ഇത്ര വലിയൊരു തിരഞ്ഞെടുപ്പ് എനിക്ക് തന്നതുകൊണ്ട്, എന്റെ യോഗ്യത കൊണ്ടല്ലെങ്കിൽ ഇന്ന് രാത്രി നിന്റെ കിരീടങ്ങളെല്ലാം ഒന്ന് മാറ്റി വയ്യുക. ഇന്ന് രാത്രി ഞാനെന്നുള്ള ഭാവമൊക്കെ ഒന്ന് മാറിപ്പോകട്ടെ. ഓ ഹല്ലേലൂയ. അകത്തു നിന്നും ഇന്ന് രാത്രി ഒരുമിച്ച് പാടി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുന്നതിനാകട്ടെ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് തിരിച്ചറിയേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മളെ തന്നെ താഴ്ത്താം. ദൈവം ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ.